2035 ആകുമ്പോഴേക്കും മിഷൻ സുദർശൻ ചക്രത്തിന് കീഴിൽ മൾട്ടി ഡൊമൈൻ ശത്രു ആക്രമണങ്ങളിൽ നിന്ന് രാജ്യത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഒരേ സമയം ഭീഷണി നേരിടുന്ന ഇന്ത്യ ഒരേ സമയം തന്നെ രണ്ട് ഭാഗത്തു നിന്നും ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ കൂടി ലക്ഷ്യമിട്ടുള്ള പ്രതിരോധ ആക്രമണ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള തിടുക്കത്തിലാണ്. തദ്ദേശീയമായി നിർമ്മിച്ച സുരക്ഷാ കവചം എന്നതാണ് മിഷൻ സുദർശൻ ചക്ര എന്ന ഒറ്റ വാക്കിൽ പറയാമെങ്കിലും ഏറെ പ്രത്യേകതകളുള്ള ഒരു പ്രൊജക്റ്റ് ആയിരിക്കും ഇത്. ഇതിൻ്റെ ഭാഗമായി പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ ഇന്നലെ വിജയകരമായി പരീക്ഷിച്ചു. ഒഡീഷ തീരത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 പ്രതിരോധ ഗവേഷണ വികസന സംഘടന അഥവാ DRDO ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിൻ്റെ ആദ്യ പറക്കൽ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചത്. തദ്ദേശീയ ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈലുകളും അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകളും ഉയർന്ന പവർ ലേസർ അധിഷ്ഠിത ഡയറക്റ്റഡ് എനർജി വെപ്പണും ഉൾപ്പെടുന്ന ഒരു മൾട്ടി ലെയേർഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് IADWS. സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയെയും അതിൻ്റെ സുപ്രധാന സംവിധാനങ്ങളെയും വിവിധ മേഖലകളിൽ നിന്നുള്ള ശത്രു ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള നെറ്റ്വർക്ക് സംവിധാനമായ മിഷൻ സുദർശൻ ചക്രയ്ക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് അതിലേക്കുള്ള ആദ്യ വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ പരീക്ഷിച്ചത്. അതിർത്തികളിലും നിർണായക കേന്ദ്രങ്ങളിലും ദീർഘദൂര മിസൈലുകൾ, വിമാനങ്ങൾ, ആളില്ല ആകാശവാഹനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഭീഷണികൾ കണ്ടെത്തി നശിപ്പിക്കുന്നതിന് ഈ സംവിധാനം കൊണ്ട് സാധിക്കും. അതോടൊപ്പം നിരീക്ഷണം നടത്താനും സൈബർ സുരക്ഷ ഉറപ്പാക്കാനും ഈ മൾട്ടി ഫേസ്ഡ് സംവിധാനത്തിന് കഴിയും. വ്യോമ പ്രതിരോധത്തിന് നേരിടുന്ന ഭീഷണി തടയാനും ഈ കവചം കൊണ്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖലകളും ഈ പദ്ധതിയിൽ സഹകരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇത് പിന്നീട് വ്യോമസേനയുടെ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, സൈന്യത്തിൻ്റെ ആകാശ് തീർ എന്നിവയുമായി സംയോജിപ്പിക്കാനും സാധ്യതയുണ്ട്. ഇന്ത്യയുടെ എല്ലാ ആയുധ സിസ്റ്റങ്ങളെയും നിയന്ത്രിക്കുന്നതിന് പ്രതിരോധ ഗവേഷണ വികസന ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത ഒരു കേന്ദ്രീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്ററാണ് പുതിയതായി പരീക്ഷിച്ച വ്യോമ പ്രതിരോധ സംവിധാനം എന്നാണ് ഫ്ലൈറ്റ് ടെസ്റ്റുകളെക്കുറിച്ച് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. പറക്കൽ പരീക്ഷണങ്ങൾക്കിടെ 2 അതിവേഗ ഫിക്സഡ് വിങ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ടാർഗറ്റുകളും ഒരു മൾട്ടി കോപ്റ്റർ ഡ്രോൺ എന്നിവയുൾപ്പെടെ 3 വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഒരേ സമയം പൂർണ്ണമായി നശിപ്പിക്കാൻ പുതിയ സംവിധാനത്തിന് കഴിഞ്ഞു. പ്രതിരോധ സംവിധാനത്തിലെ അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം റിസർച്ച് സെൻറ്റർ ഇമറാത്തും ഡയറക്റ്റഡ് എനർജി വെപ്പൺ സെൻറ്റർ ഫോർ ഹൈ എനർജി സിസ്റ്റം ആൻഡ് സയൻസും വികസിപ്പിച്ചെടുത്തതാണെന്നാണ് വിവരം. മിസൈൽ സംവിധാനങ്ങൾ, ഡ്രോൺ കണ്ടെത്തൽ, നശീകരണ സംവിധാനം, ആയുധ സംവിധാന, കമാൻഡ് ആൻഡ് കൺട്രോൾ, ആശയവിനിമയം, റഡാറുകൾ എന്നിവയുൾപ്പെടെ എല്ലാ ആയുധ സംവിധാന ഘടകങ്ങളും ഏറെ പ്രവർത്തനക്ഷമമാണെന്ന് പരീക്ഷണത്തിന് ശേഷം DRDO അറിയിച്ചു. വിജയകരമായ ഈ പരീക്ഷണത്തിൻ്റെ ഭാഗമായ എല്ലാ ടീമുകളെയും DRDO ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് അഭിനന്ദിച്ചു. DRDOയിലെ മുതിർന്ന ശാസ്ത്രജ്ഞരും സായുധസേനയിലെ പ്രതിനിധികളും പരീക്ഷണത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ പരീക്ഷണം രാജ്യത്തിൻ്റെ ബഹുതല വ്യോമ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിലേക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. Way2Nikah.com, the exclusive Muslim matrimonial site.